ഉമ്മാനെ എന്താ പരിപാടി? ഇതൊക്കെ എന്താ ഇതെന്താ ഇത്? ബനിയനോ? അതിന്റെ ബോക്സ് ആണ്. ബനിയനൊക്കെ മടക്കിയേക്കണ ബോക്സ്. ഇതിപ്പോ തിരുമ്പി ഉണക്കി മടക്കിയേക്കണല്ലേ? അയ്യവ, അതൊക്കെ മടക്കി വെച്ചിക്കണല്ലേ? അയ്യവ, മടക്കി സെറ്റാക്കി വെക്കാണ്. ഇതെന്താ? ഇത് എവിടുന്ന ഈ ബോക്സ് കിട്ടി? അതിന് കറക്റ്റ് പറ്റിയൊരു ബോക്സ്. ഇത് ഇതിന്റെ ഷെൽഫാണ്. അല്ല, ഇതൊക്കെ എന്തിനാ അതിന്റെ ഉള്ളിൽ ഇട്ടെടുത്തേക്കണ്? കൂട്ടണ എന്തിനാ? എന്തിന്? എന്താ പൈസയാണ്? കുട്ടികളോ? എന്തിന്? കള്ളന്മാരോ? പ്രാന്തെന്ന് പറയുന്നത് കള്ളന്നാണ്. ഓ, കള്ളന്മാര് എടുക്കൂലേ എന്റെ ബനിയനോ? ഇതെന്താ? ഇന്നെന്താ ഇതെന്താ? കണ്ണടേ? അത് വേറെ ഷെൽഫില? ഉമ്മാന്റെ ബനിയന്, കണ്ണട, വാച്ച്, അതാ വേറെ ചാവി എടുത്ത്. എത്ര ചാവി കൂട്ടം അമ്മാനെ. അല്ലേ, കമനീയ ശേഖരം. ഇതിപ്പോ എന്തിനാ ഇന്നിപ്പോ എന്തിനാ എടുക്കണ്? നിക്കായിന് പോവാനോ? മുട്ടായി കൊടുക്കലോ? ഓ, പുളി പുളി. അല്ല, അതില് വേറെ ഏതാ എടുക്കണ്ട അറിയോ? അത് ഇട്ടോക്ക്. മനെ എത്ര ഗ്ലാസ്സാടാ എന്റെ അടുത്ത്. അല്ല, ഇതിന് പുറമെ ഊവാവിന്റെ കൂടി ഇവിടെ ഒക്കെ വേറെ അല്ലേ? എടുത്തോ? ഇതിന് പുറമെ വേറെ ഇല്ലേ? ഇത്ര പോരല്ലോ. രസമുണ്ട്. ഏത്? എന്നിട്ടോക്ക്. ഏത് രസാണോ? നോക്കി. കുഞ്ഞാനോ? അതിട്ടോ, ഇതിട്ടോ. അത് മതി. അപ്പൊ ആ ഗ്ലാസ് ആയി. അതെന്താ? പേഴ്സുകള്. 4 പേഴ്സ്. 4 പേഴ്സുള്ള വേറെ ആരെങ്കിലും കണ്ടോ നിങ്ങള്? ചെലപ്പോ ഉണ്ടാവും. പക്ഷെ ഉമ്മാൻകുറ്റിക്കോട് ഇഞ്ഞെന്താ? വളരെ അച്ചടക്കത്തോടെ, അച്ചടക്കം ചിട്ടയോടെ, വളരെ കൃത്യനിഷ്ഠായിട്ട് എല്ലാം അടുക്കി വെക്കണ ഒരു, വൃത്തിയില് അടുക്കി വെക്കണ ഒരു എന്താ? അത് അടുത്ത പേഴ്സ്. പേഴ്സുകളെ എണ്ണം കൂടുതൽ കാണിച്ചിട്ടാണ്. 5 പേഴ്സ്. ഇതുവാണോ? ഏതാ വേണ്ടെന്നോ? ഏതെങ്കിലും ഒന്ന് എടുത്തല്ലേ? ഇതാണ് ഇന്ന് എടുക്കണ്. അപ്പൊ ഇനി ഇതിലുള്ള ഇതൊക്കെ അതില് കാശ കൊണ്ട് അങ്ങനെ കളിയാട്ടോളൂ. ഞങ്ങളുടെ റബ്ബർ ബാൻഡ്. ഇതാ പേഴ്സ് മാറ്റി വെക്കണം. പേഴ്സ് എടുത്തിട്ട് ഇത് എല്ലാ പരിപാടികൾക്കും അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോ, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ ഓരോ പേഴ്സ് എടുക്കുക. എന്നിട്ട് ഈ പേഴ്സിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയേക്കും. അത് ഈ റബ്ബർ ബാൻഡ് അടക്കം മിസ്സാകാൻ പാടില്ല. ഈ റബ്ബർ ബാൻഡൊക്കെ ഒന്നുപോലും ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അന്ന് അവിടെ അടിയാ. ഇതാ ഈ ചുളിഞ്ഞു കിടക്കണ കടലാസുകളൊക്കെ അല്ലേ, മാറിത്തൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഉമ്മാനെ. കണ്ടോക്കെ റബ്ബർ ബാൻഡ് നോക്കി കണ്ടോ? ഇതാ ഈ ചുളിഞ്ഞു കിടക്കണ ഇതടക്കം മിസ്സാകാൻ പാടില്ല. ഇതൊന്നുമല്ല കോമഡി, ഇനി വേറെ ഉണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ എന്തിനാന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഉമ്മാനെ. പെണ്ണോ? എന്ത് പെണ്ണ്? ലവ് ലെറ്ററോ? മണ്ണിന് കൊക്കാന് കത്തില്ലേ? കത്ത് ഉണ്ടോ? റബ്ബർ ബാൻഡും കുറച്ച് കീറ കടലാസുകൾ വേറെ. ഇത് മൊത്തം ഒന്നൊന്നൊക്കെ മാറ്റി വെക്കണം. അതാണ് സൽമാൻ കുറ്റിക്കോട്. പൈസ മനെ ആ പാന്റിന്റെ അടിയിലെ മറ്റേ ചമ്മിയ ചുളുങ്ങിയ മുട്ടായികളില്ലേ? പഴയ മുട്ടായി എന്നോ ഉള്ളൊരു മുട്ടായി ഉണ്ട്.
അത് ഇവിടെ കളഞ്ഞോ? ചാൻസ് ഇല്ല. എടാ ബാക്ക് ഇതാ മനെ നോക്ക്, ബാക്ക് പോക്കറ്റിലൊക്കെ എപ്പോഴും ഇടൂലേ കുറച്ച് കടലാസ്, ഒരു മുട്ടായി. അതെല്ലാ പാന്റും മാറ്റി മാറ്റി ഇടുമ്പോ അതൊക്കെ മാറ്റി വെക്കലില്ലേ? അവിടെ മുട്ടായി എന്നിട്ട് ഇരുന്നിരുന്ന് ചമ്മിയ മുട്ടായി അതെവിടെ ഉണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്ക്, ഒന്ന് കാണിച്ചു കൊടുക്ക്. അങ്ങനെ കണ്ടിട്ടോളി, ഒന്നും കളയില്ല. എത്രയോ കാലം മുമ്പത്തെ മുട്ടായിയാണ്. ഇതാ ഒന്ന് കാണിച്ചു കൊടുക്ക്. അല്ലേ പോയോ? ആ മുട്ടായി എവിടെ? ഒന്ന് കാണിച്ചു കൊടുക്കട. അത് പോയിന്ന് തോന്നുന്നു. ആ അതെ അതെ, അതില് മുട്ടായി ഉണ്ടാകുന്നല്ലോ. ഇല്ല, അതോ അത് മിസ്സായിന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ, ഇതൊക്കെ ഈ പാന്റിൽ നിന്ന് ആ പാന്റിക്ക് മാറ്റണം. ആ മുട്ടായി എന്തോ ഭാഗ്യത്തിന് മിസ്സായി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ മുട്ടായി മുട്ടായില്ല, അത് അതില് കുറെ കടലാസുകള്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാന്റ് ഞാൻ ആ പാന്റല്ലേ ഇടുന്നത്, അപ്പൊ ഈ പാന്റിൽ നിന്ന് ആ പാന്റിക്ക് എടുത്ത് മാറ്റിയ, ഇനി ആ പാന്റിൽ നിന്ന് വേറൊരു പാന്റ് ഇട്ട് ഇറങ്ങണമെങ്കിൽ ആ പാന്റിൽ നിന്ന് അതൊക്കെ എടുത്തിട്ട് അപ്പിടാൻ പോകുന്ന പാന്റിക്ക് മാറ്റും. ഈ പാന്റ് ഇതവിടെ ഇങ്ങനെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ഓ ഫെറോഷാണ് തന്നോട്ര ഉമ്മാനെ. അയ്യേ കണ്ണട എടുത്തൂലേ? ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് ഷെൽഫ് എടുത്തു, ഒന്ന് ബനിയന്റി ഒന്ന് കണ്ണടടി. പെങ്ങള് തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നു. നമ്പറോ? ആ ഒന്ന്, അത് ഒന്നാമത്തെ ഷെൽഫ്. രണ്ട്, രണ്ടാമത്തെ അതെന്തിനാ? പാന്റിന്റെ. ആ അങ്ങനെ രണ്ട് ഷെൽഫ് ഉണ്ടെന്നോ? ആ എല്ലാരും നമ്പറൊക്കെ ഇട്ടാ നോക്കണോ? ട്രൗസറോ? പേഴ്സ്, കണ്ണട, പേഴ്സിന്റെ കണ്ണടി. ഈ ചാവിമ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ട്, ഇതിനൊക്കെ നമ്പർ ഉണ്ട്. ഇതൊക്കെ അതിന് കണക്ക് കറക്റ്റ് അറിയോ? അപ്പൊ എങ്ങനെയാ ഇത് തുറക്കല്? ചാവിമീ നമ്പർ ഉണ്ടോ? ഞങ്ങളെ സൽമാൻ എത്രമാത്രം അപ്ഡേറ്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ അത്ഭുതം തോന്നട്ടോ. ആ ചാവി നമ്പർ എഴുത്തും വായന അറിയാത്ത ഞങ്ങളെ ചെക്കൻ ഇതൊക്കെ നോക്കിയിട്ട് തുറക്കാറി കണ്ടോ? തുറന്നു കാണിച്ചെടുത്താ സത്യം പറഞ്ഞ നമ്മക്ക് ഇതൊക്കെ ഒരു അത്ഭുതം തന്നെ കേട്ടോളി. അല്ലേ അത്ഭുതം എന്ന് പറഞ്ഞപ്പോഴാ കണ്ടില്ലേ മക്കളെ, പെർഫ്യൂമിന്റെയും പൗഡർ, പാന്റ് ഇതാ വേറെ പൊന്നോ. ഇവിടെ നോക്കി, ഹെഡ്സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം? ഇവിടെ ഹോൾസെയിൽ വിലക്ക് കൊടുക്കുന്നുണ്ട്. എത്ര ഹെഡ്സെറ്റ് വാങ്ങിയാലും ഹെഡ്സെറ്റ് എന്നല്ല എല്ലാതും, എത്ര വാങ്ങിയാലും പൂതി മാറൂല. ഇതാ ഹെഡ്സെറ്റിന്റെ വേറൊന്ന്, ഇതാ സോപ്പും കെട്ട്. ഇത് സൽമാന് മാത്രമാണ് ഈ സോപ്പൊക്കെ ഉപയോഗിക്കുള്ളൂ, വീട്ടില് വേറെ ആർക്കും ഇല്ല. സൽമാന് മാത്രം സ്പെഷ്യൽ ഷെണ്ട് കിട്ടിക്കണു. ഇതാ ഇതിപ്പോ നമുക്ക് ലാസ്റ്റ് ദുബായിന്ന് കിട്ടിയ ഗിഫ്റ്റ് അല്ലേ? ഇവിടെ നോക്കി, കോസ്മെറ്റിക്സ് എല്ലാതും ഉണ്ട് നമ്മളെ ചെക്കൻ്റെ അടുത്ത്. അതൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളി. ഇതെന്താ ക്യാരം ബോർഡിന്റെ കോയിൻസോ ഒക്കെ, അതാണ് അതൊക്കെ അടുക്കി വെച്ചു നോക്കി. ഇതാണ് ഞങ്ങളെ ചെക്കന്റെ പ്രത്യേകത. ഇപ്പൊ ബനിയനും ഗ്ലാസ് ഒക്കെ അടുക്കി വെച്ച് കണ്ടില്ലേ, പാന്റ് അടുക്കി വെച്ച് കണ്ടില്ലേ, അതുപോലെ ഇതൊക്കെ അടുക്കി വൃത്തിയിൽ വെച്ച് കണ്ടില്ലേ. ഇതൊക്കെ സോപ്പൊക്കെ ഇതൊക്കെ അടുക്കി. എന്താ മനെ അള്ളോ അള്ളു 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 ണ്ടോ? ഇതൊക്കെ അടുക്കി വൃത്തിയിൽ വെക്കും, എന്നാലേ എനിക്ക് സമാധാനാവുള്ളൂ. മനെ ഇത് എല്ലാവർക്കും ഒരു മാതൃകേടാ. സീരിയസ് ആയിട്ടാണ് ടോളിയും പറയുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ആ ചാവിന്റെ ഇതടക്കം കറക്റ്റ് നമ്പർ
അതിന്റെ നമ്പർ അത് മനസ്സിലായി. ഞാൻ അതിന്റെ നമ്പർ നോക്കിട്ട് ചായുമ്പോ നോക്കിട്ട് തുറക്കാണ്. കണ്ടോ മോനെ, കണ്ടില്ലേ ടീഷർട്ടുകളൊക്കെ അടുക്കി വെച്ചിരിക്കണ കണ്ടില്ലേ? ആ ബെൽറ്റ് ഇത് പോരല്ലോ, അത്രേ ഉള്ളൂ. അതൊന്ന് കമനീയ ശേഖരൻ തന്നെ ഉമ്മാനെ. ആ ഉമ്മാനെ അള്ള് ഉമ്മാനെ കള്ളിനെ അള്ള് പറയാ, അങ്ങനെ പറയാൻ വയ്ക്കോളൂ. അതും പൂട്ടി. ആ നമ്പർ അതൊക്കെ മനസ്സിലായി. ഈ ചീർപ്പ് എന്തിനാന്നൊക്കെ മനസ്സിലാകത്ത്. എവിടെ വരാൻ? ബാക്കിയുള്ളവർക്ക് വരാനല്ലേ. അതൊക്കെ പൂട്ടി, അതൊക്കെ നമ്മള് കണ്ടു. അതൊക്കെ അടിപൊളി, അതൊക്കെ പൂട്ടി. ഈ ചാവി അവിടെ എടുത്തേക്ക്. ആ ഷോക്സ് ചൊച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്സ് എന്നാ ടോളിയും പറയുന്നത്. നമ്പർ നമ്പർ നോക്കിട്ട് അത്ഭുതം തന്നെ മനെ, അത്ഭുതമായിട്ട് തോന്നാണ്. ഇതെന്താ പറഞ്ഞു? അതാ ടീഷർട്ടിന്റെ. നിങ്ങൾക്ക് ടീഷർട്ടും ഇവിടെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ടോളി. ടീഷർട്ടും ബനിയനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ട്രൗസറുകള്, പാന്റ് ഒക്കെ അടുക്കി വൃത്തിയില് വെച്ച് ചെക്കൻ. എന്ത്? അതാ ഷൂ. ഇത് കണ്ടില്ലേ? ഷൂകള് കണ്ടില്ലേ? ഒക്കെ നല്ല വൃത്തിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എന്താ കൊണ്ടാണ് അത് ഞാൻ അടുത്ത് തന്നിരുന്നില്ലേ? ഏതാടുന്ന്? സ്റ്റൂളെടുത്തു, അതവിടെ വഴിയിലിട്ടില്ല, അത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഒരിടത്ത് വെച്ചു. അതാണ് ഷൂ ആണ്. ഇതിന് പറ്റിയ ഇതിന് പറ്റിയ സോക്സ് ആവും. സോക്സിന്റെ ഒരു കമ്പനീയ ശേഖരം വേറെ. മോനെ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? മോനെ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ? അതാണ് ഷോക്സ്. അതിപ്പോ എല്ലാവർക്കും അറിയാം. ഞമ്മക്കേ ഡ്രസ്സിന്റെ ജെൻസിന്റെ ഒരു ജെൻസ് വെയർ തുടങ്ങിയാലോ? അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ. അല്ലല്ല, അത് ഒരേ കളറല്ല. അപ്പൊ ആ വലത്തെ കാലുമുള്ള ഷോക്സിന്റെ അതിന്റെ തുണ തെരഞ്ഞെടുക്കാണ്. അത് കറക്റ്റ് ആയാലേ ഞങ്ങളോട് ഇട്ടുള്ളൂ. മൂളലുണ്ട്, അത് ഞങ്ങളെ ഹൈലൈറ്റ്. പുതിയ സോക്സ് ഒക്കെ കിട്ടൂടെ അവിടെ? പുതിയ സോക്സിന്റെ ഒരു ഇങ്ങോട്ട് കണ്ടില്ലേ? പുതിയ സോക്സ് ഒന്നെടുത്തു. അതൊന്നും എടുത്തതാണ് ഇത് അല്ലേ? ഓക്കെ, എടുത്തേക്ക്. ഇനി ദുബായ്ക്കോ ഖത്തർക്കൊക്കെ പോകുമ്പോ ഇടാനല്ലേ? ആയിക്കോട്ടെ. ഫുള്ള് സോക്സ് ആണ്. കള്ളം കൊണ്ടായിരിക്കാനുള്ള ചായ കണ്ടില്ലേ പൂട്ടാന്? മനെ ഇതാരാ മനെ? ഈ ചാവിയൊക്കെ ഇട്ട് പൂട്ടണ എന്തിനാ? എന്തിന്? പാന്തെടുക്കും. ഭ്രാന്തന്മാരെടുക്കുന്നു. കള്ളന്മാരെ പറയണേ പാന്തെന്നാ അറിയണത്. പോച്ചാൻ എന്റെ കാരണവരോ? ശരി, കാരണവരെ കള്ളനാക്കിപ്പോ. അയ്യോ, അതാണ് സോക്സ്. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം.
മോനെ ഇഞ്ഞെന്താ എടുക്കാന് ഇതെന്താ കർച്ചീഫോ ടവലുകളോ ആ ടവലിന് വേറെ ആ അതാണ് ടവലുകളുമായി അപ്പൊ ആ പൂട്ടിക്കോ കാരണം ആരേലും കൊണ്ടുപോയാലോ സ്വർണത്തിന്റെ ആണല്ലോ മോനെ ഇതൊക്കെ സ്വർണത്തിന്റെ പിന്നെ എന്തിനാ പൂട്ടണ് ബനിയനും ട്രൗസറും സോക്സും ഗ്ലാസും വാച്ചൊക്കെ സ്വർണത്തിന്റെ ആണോന്ന് കണ്ടുപിടിച്ചേ മോനെ കണ്ടുപിടിച്ചടാ എന്റെ നിധി കാക്കണ ആ ഉപ്പായ എടുത്തു പാന്റ് എടുത്തു സോക്സ് എടുത്തു ആ ഷെഡി ബെൽറ്റ് ആ കണ്ണട വാച്ച് തുറക്കാന് ഷൂ ഒക്കെ എടുത്ത് വെച്ചു ഇനി ഞങ്ങള് പരിപാടിക്ക് പോവാൻ നിക്കാണ് അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സൽമാന്റെ ഈ മാറ്റങ്ങളും സൽമാൻ ചെയ്ത ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഫീൽ ആയത് എന്നുള്ളതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാണ്ട് ലൈക്ക് ചെയ്യുക കാരണം അത് നമുക്ക് തരുന്ന വലിയ എന്തേ ചാവി എടുത്തു ഇനി എന്താ ഇപ്പൊ എന്തിനാ എടുത്ത് ഇനി എന്താ എടുക്കാനുള്ളത് മുട്ടായിയോ ഓന്റെ പൊന്നും മോനെ മുട്ടായി അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എടുക്കൂലെന്നോ പാന്തന്മാര് എടുക്കൂലേ ആ അടച്ചോ അയ്യേ ഇനി അതെന്തിനാ തുറക്കണ് ആ കുപ്പായ എടുത്തേക്കാണ് നേരത്തെ അപ്പൊ അതൊക്കെ ടീഷർട്ടിന്റെ കറക്റ്റ് ആ സെക്ഷനിൽ തന്നെ കൊണ്ട് എടുത്തേക്കാണ് എന്നാ ഞാൻ ആ ലുങ്കി ഉണ്ടോ അത് ഇല്ല ഇല്ല ചായമല്ല രാത്രി ഉറങ്ങുമ്പോ മീമിനെ പിടിച്ചയ പോവാണ് അപ്പൊ പിന്നെ സൽമാന് മാറ്റിയിട്ട് പരിപാടിക്ക് പോവാണ് ടോളി അപ്പൊ നേരത്തെ പറഞ്ഞു മുഴുമിച്ചില്ല അപ്പൊ മറ്റേ നമ്മുടെ സൽമാന്റെ ഈ പ്രവൃത്തികളും ഈ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സൽമാന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളെ മനസ്സിൽ തോന്നിയത് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് അമർത്തുക വലിയ ചെലവില്ലാത്ത കാര്യമല്ലേ ഇത് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചിലർ ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ലൈക്ക് നമ്മളെ എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ടാണ് ടോളിയും പറയുന്നത് എല്ലാ വീഡിയോസിനും നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിന് പറ്റിയല്ല നിങ്ങൾക്ക് തോന്നിയ എന്തെങ്കിലും ഒരു കമന്റ് അറിയിക്കുക എല്ലാ വീഡിയോസിനും ഇപ്പൊ ഈ വീഡിയോസ് എന്നല്ല എല്ലാ വീഡിയോസിനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതാണ് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അപ്പോ മനെ ഇനിയിപ്പോ എന്താ ഒന്നുമില്ലല്ലോ ഇനിയൊന്നുമില്ല ഇനി ചെക്കൻ പരിപാടിക്ക് പോവാൻ നിക്കാണ് അവൻ റെഡി ആവട്ടെ ഞാൻ എന്റെ കുടിക്കും പോവാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അല്ല അസ്സലാമു അലൈക്കും എന്ന് പറയല്ലോ നന്ദി നമസ്കാരം ഓക്കെ